ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങാൻ വിചാരിച്ചത് 10 മണിക്കാണോ, 11 മണിയായി. ഞങ്ങൾ പരിപാടിക്ക് 11 മണി കഴിയും തുടങ്ങാൻ എന്ന് വിചാരിച്ചത് ആക്ച്വലി ഞങ്ങളുടെ പ്രിയങ്കരനായ MP രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലത്തെ ഫ്ലൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഫ്ലൈറ്റ് ഇറങ്ങി ഈ നെരൂൾ ജിംഖാനയിലെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ കഴിയും എന്നുള്ളൊരു ധാരണ പരക്കെ പരന്നുപോയി. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒന്ന് MP എത്തുമ്പോൾ എത്തിക്കളയാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ പലരും ഈ ഞായറാഴ്ചത്തെ മോർണിംഗ് ആലസ്യത്തിലുള്ള ആ സുഖ ഉറക്കം കളയാതെ തന്നെ അല്പസ്വല്പം ഉറങ്ങിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഫലമുണ്ടായത് പരിപാടി തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട MP ഉണ്ടാവില്ല എന്നും പരിപാടി MLA-മാരുടെയും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ്റെയും സാന്നിധ്യത്തിൽ തുടങ്ങാമെന്നും MP ഉണ്ണിത്താൻ എത്തുന്ന മുറക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തിക്കാം എന്നുമായിരുന്നു ഞങ്ങളുടെ ധാരണ. അതൊക്കെ തെറ്റുന്ന രീതിയിൽ കാര്യങ്ങളെ തകിടം മറിഞ്ഞു. MP വളരെ നേരത്തെ എത്തി ഞങ്ങളുടെ കൂടെ ഇവിടെ മിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അദ്ദേഹം എല്ലാവരുമായിട്ട് സൗഹൃദം പുതുക്കുന്നതിനും അതുപോലെ തന്നെ ഒന്നുകൂടി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടി സ്റ്റേജിലും അതുപോലെ തന്നെ സദസ്സിലുമൊക്കെ ആൾക്കാരുമായി സംവദിക്കുകയുണ്ടായി. ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സംഘാടക സമിതിയുടെ തീരുമാനം നോ ചെയർ സ്റ്റേജാണ്. ഇന്ന് ആരും വേദിയിൽ ഇല്ല, എല്ലാവരും സദസ്സിലാണ്. ഞങ്ങളുടെ ഇന്നത്തെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MP അവർകളും നിങ്ങളുടെ കൂട്ടത്തിൽ സദസ്സിലാണ്. അധ്യക്ഷനായ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ സദസ്സിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി കൺസെപ്റ്റ് നോ ചെയർ സ്റ്റേജ് എന്നുള്ളതാണ്. എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കൂടിയാണ് ഈ കൂട്ടായ്മയുടെ ആദ്യത്തെ പ്രഥമ കുടുംബ സംഗമത്തെ കാണുന്നത്. നമ്മുടെ ഇവിടെ പരിപാടി തുടങ്ങുമ്പോൾ ആങ്കർ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഈ കാസർഗോഡ് കൂട്ടായ്മ തുടങ്ങിയിട്ട്. വെറും 3 മാസം പ്രായമായ ചെറിയൊരു കൈക്കുഞ്ഞാണ് ഈ കാസർഗോഡ് കൂട്ടായ്മ. ഈ പരിപാടി ഇത്തരത്തിലുള്ളൊരു സൗകര്യവും സാഹചര്യവും വേദിയും ഒക്കെ കാസർഗോഡ് കൂട്ടായ്മ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിലൂടെ മുംബൈയിൽ അധിവസിക്കുന്ന നമ്മുടെ കാസർഗോഡ്, മഞ്ചേശ്വരം അതുപോലെ തന്നെ ഉദുമ മണ്ഡലങ്ങളിലുള്ള ഫാമിലിയും അതുപോലെ തന്നെ പ്രവർത്തകന്മാരും മുംബൈയിൽ ഇവിടെ ഉപജീവനം നടത്തുന്ന അല്ലെങ്കിൽ ഇവിടെ തൊഴിലെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു പരിപാടി ആയതുകൊണ്ട് അതിനെ വളരെയധികം ആവേശത്തോടു കൂടിയാണ് വരവേൽക്കുന്നത്. ഞങ്ങളുടെ ഈ പരിപാടിയെക്കുറിച്ച് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഇതിൻ്റെ പരസ്യം കണ്ടും സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ടോക്ക് കേട്ടും ഒക്കെ പലരും ഞങ്ങളോട് ബന്ധപ്പെട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്ന് പറയുകയുണ്ടായി. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് കാസർഗോഡ് നിന്നുള്ള നേതാക്കന്മാർ, പല വേദികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. നമ്മുടെ പ്രിയങ്കരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് ഇന്ന് ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി ഈ പരിപാടി കൂട്ടായ്മയുടെ പ്രഥമ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കിട്ടിയത് വലിയൊരു നേട്ടമാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പലരും കഴിഞ്ഞ 5.5 വർഷം മുമ്പ്, 6 വർഷങ്ങൾക്ക് മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കാസർഗോഡ് ആദ്യമായി മത്സരിച്ചപ്പോൾ വലിയൊരു ഫൈറ്റായിരുന്നു കാസർഗോഡ്. അത് ആ മണ്ഡലം ഉണ്ണിത്താൻ പിടിച്ചടക്കുമോ ഇല്ലയോ, ഒരുപാട് സ്വന്തം കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയിരുന്ന കാസർഗോഡിൻ്റെ MP സ്ഥാനം അത് അന്ന് ഉണ്ണിത്താന് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം, വലിയൊരു മത്സരം നടന്ന സമയത്ത് മുംബൈയിൽ നിന്നും ഞാനടക്കമുള്ള ആൾക്കാർ, അനീഫ, കുറേ ആൾക്കാരുണ്ട് ഇവിടെ, ഞങ്ങളൊരു ബസ് പിടിച്ച് വോട്ടർമാരെ കൊണ്ടുപോയി കാസർഗോട്ടേക്ക്.
ഒരു വോട്ടിന് ചിലപ്പോൾ തോറ്റാൽ അത് വലിയൊരു സങ്കടമായിരിക്കും. അതുകൊണ്ട് ഒരു ബസ് ആൾക്കാരെയെങ്കിലും 55 ആൾക്കാരെയെങ്കിലും കാസർഗോഡ് എത്തിച്ച് ഉണ്ണിത്താൻ വോട്ട് ചെയ്യിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങളുടെ ബസ് ഏരിയയിലെത്തിയപ്പോൾ ഇത് വാർത്ത കേട്ടറിഞ്ഞ് ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയായിരുന്ന ഉണ്ണിത്താൻ അത് കേട്ടറിഞ്ഞ് ഹൈവേയിൽ ഞങ്ങളെ കാത്തിരുന്നു. ബസ്സിന് സ്വീകരണം നൽകി. ഹാർദവമായി ഞങ്ങൾക്കൊക്കെ അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു. ദൈവത്തിൻ്റെ വിധി അങ്ങനെയായിരുന്നു. കാരണം അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ ചെറിയ നേരിയ ഭൂരിപക്ഷത്തോടെ രക്ഷപ്പെട്ടെങ്കിലായി ഇല്ലെങ്കിലായി എന്നുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ പോയ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കിരാതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാലം കാസർഗോട്ടുകാരെ ദ്രോഹിച്ച ചില രാഷ്ട്രീയ പ്രതിലോഭ ശക്തികളെ തോൽപ്പിക്കാനുള്ള ഒരു വേദിയാക്കിക്കൊണ്ടായിരിക്കാം നല്ല ഭൂരിപക്ഷത്തിന് ഉണ്ണിത്താൻ ജയിച്ചു. അത് ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. കാരണം അതിലൊരു പങ്ക് ഞങ്ങൾക്കുമുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ണിത്താൻ മത്സരിച്ചപ്പോൾ അത് ആദ്യം അതൊരു ഫ്ലൂക്കിൽ ജയിച്ചതാണ്. അന്ന് പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കും എന്നുള്ള ഒരു ട്രെൻഡിൽ ഉണ്ണിത്താൻ ജയിച്ച് കയറിയതാണ്. എന്നോട് ഇവിടെ വലിയൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു സംഘബലമുള്ള ഒരു വലിയൊരു സംഘടനയുടെ നേതാവ് വെല്ലുവിളിച്ചു, ഇപ്രാവശ്യം നിങ്ങളുടെ ഉണ്ണിത്താൻ ജയിച്ചാൽ കാക്ക മലർന്ന് പറക്കുമെന്ന്. പക്ഷേ 1,00,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉണ്ണിത്താൻ ഇപ്രാവശ്യവും പാർലമെന്റിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പരിപാടി കാസർഗോട്ടുകാർ ബോംബെയിൽ വെക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ഫോൺ കോളേ അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം വരാൻ സമ്മതിച്ചു. അദ്ദേഹം അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടികളിൽ മാറ്റം വരുത്തി. വലിയ തിരക്കുള്ളൊരു മനുഷ്യരായിട്ടും ഡൽഹിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യമൊക്കെ അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കാൻ അദ്ദേഹം മുംബൈയിലെത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ രാത്രി നെല്ലിക്കുന്നും അതുപോലെ തന്നെ കുഞ്ഞമ്പും അബ്ബാസ് ബീഗവും അതുപോലെ തന്നെ അഷ്റമൊക്കെ വരുന്നുണ്ട്, അതേ ഫ്ലൈറ്റിൽ താങ്കൾക്കും ടിക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പറ്റില്ല. കാരണം തലേ ദിവസം രാത്രി പുളിങ്ങോം ഉറൂസിന് എനിക്ക് പോകാനുണ്ട്, അതുകൊണ്ട് അത് പരിപാടി മാറ്റി വെച്ചിട്ട് കൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല, എനിക്ക് രാവിലത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്താൽ മതി. എന്നാലും അദ്ദേഹം MLA-മാരൊക്കെ ഇന്നലെ രാത്രി എത്തിയ MLA-മാരൊക്കെ ഇവിടെ എത്തുന്നതിന് മുമ്പായി അദ്ദേഹം നേരിട്ട് ഇന്ന് രാവിലെ ഫ്ലൈറ്റിന് പുറപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് അഭിമാനത്തിന് വക നൽകുന്ന ഒരവസ്ഥയാണ്. ഞങ്ങൾ അദ്ദേഹത്തേക്ക് എവിടെ ക്ഷണിച്ച് കൊണ്ടുവന്നത് വെറുതെയല്ല, ഇതിന് നിങ്ങൾക്ക് ചില്ലറ ചെലവുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാസർഗോട്ടെ കൂട്ടായ്മയുടെ പല മെമ്പർമാരും ഞങ്ങളുടെ കമ്മിറ്റി കൂടിയപ്പോൾ ഉണ്ണിത്താനോട് ഇവിടെ വന്നാൽ ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. അത് ഇന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു മെമ്മോറാണ്ടായി സമർപ്പിക്കുന്നു. കാസർഗോട്ടുകാർക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഉത്തര കേരളത്തിലെ ആളുകൾക്കും സൗകര്യപ്രദമായി ഒരു തീവണ്ടി കൂടി അനുവദിക്കണം. അതിന് MP എന്ന നിലയ്ക്കുള്ള താങ്കളുടെ കഴിവും താങ്കളുടെ പ്രവർത്തന മികവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു നിവേദനം ഈ യോഗത്തിൽ വെച്ച് ഞങ്ങൾ സമർപ്പിക്കും. അത് അദ്ദേഹം ഒരു നിവേദനമായി വാങ്ങി ചവറ്റുകുട്ടയിൽ എറിയില്ല എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം അദ്ദേഹം ഒരിക്കലും പാഴാക്കാറില്ല. ഈ ബോംബെയിലെ ഈ കാസർഗോഡ് കൂട്ടായ്മയുടെ പ്രഥമ കുടുംബ സംഗമത്തിന് വന്ന് ഞാൻ അവരെ അന്ന് ഉയർത്തിയ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർ ഉയർത്തിയ ആവശ്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്ത് സർക്കാരിനെ കൊണ്ട് റെയിൽവേ മന്ത്രിയെ കൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ട്രെയിൻ മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് നൽകി എന്ന് പറയാൻ അദ്ദേഹത്തിന് അതൊരു പ്രചോദനമാകട്ടെ, അദ്ദേഹത്തിന് അതിന് കഴിവുണ്ടാകട്ടെ, പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ MLA-മാരെയും ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. MLA-മാർ ഇവിടെ എത്തിയിട്ടില്ല, പക്ഷെ എത്തിയാൽ അവരോട് ഞങ്ങൾ മെമ്മോറാണ്ടം 3 MLA-മാർക്കും 3 ആൾക്കും വേറെ വേറെ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ട്. കാസർഗോട്ടേക്ക് ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മംഗലാപുരത്തേക്കെങ്കിലും ഒരു KSRTC ബസ് അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർണാടക സർക്കാർ
കർണാടക KSRTCയുടെ ബസ് മുംബൈയിൽ നിന്നും ദിവസവും മംഗലാപുരത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിവിടെ വളരെ ഭംഗിയായി എപ്പോൾ നോക്കിയാൽ ടിക്കറ്റ് ഫുൾ. അത് പിന്നെ ഒരു പ്രീമിയം റേറ്റൊക്കെ വരുമ്പോൾ 3500 3600 ഫ്ലൈറ്റിൻ്റെ ചാർജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട MP-യും അതുപോലെ തന്നെ MLA-മാരും അതിന് വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു KSRTC ബസ് ബോംബെ ടു കാസർഗോഡ്, അറ്റ്ലീസ്റ്റ് ബോംബെ ടു മാംഗ്ലൂർ അനുവദിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അതിന് MP-യും അതിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും MLA-മാർക്ക് നൽകണം. അതിന് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ആങ്കർ പറഞ്ഞു, ഇത് ഈ കൂട്ടായ്മ തുടക്കം കുറിച്ചത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത് കൂടിയാണ്. വ്യക്തമായി പറഞ്ഞാൽ കൃത്യമായി ഒക്ടോബർ 14-ാം തീയതിയാണ് വാട്സപ്പ് ഗ്രൂപ്പ് ആദ്യമായി ഞാൻ അഡ്മിനായി അന്ന് ആരംഭിക്കുന്നത്. ഇന്നേക്ക് കൃത്യം 90-ാം ദിവസം മുമ്പ്, ഇന്ന് 90 ദിവസം തികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 3 മാസമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണിത്. ആ വാട്സപ്പ് ഗ്രൂപ്പ് അത് വിപുലീകരിച്ച് നേരത്തെ പറഞ്ഞ 600-ലധികം മെമ്പർമാരല്ല, 733 മെമ്പർമാർ ഇന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ആൾക്കാരെ രജിസ്റ്റർ ചെയ്തപ്പോൾ 700 ചില്ലാനം ആൾക്കാർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ച് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയായിട്ടും സൺഡേയുടെ ഞങ്ങളുടെ ഞായറാഴ്ച കിട്ടുന്നൊരു അവധിയുടെ ആ ബഹുമാനപ്പെട്ട നമ്മുടെ നോർക്ക ഡെവലപ്മെൻറ്റ് ഓഫീസർ റഫീഖ് സാറ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഒരു കയ്യടി പ്ലീസ്. റഫീഖ് സാർ സ്വാഗതം. ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഗവൺമെൻറ്റിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഡീഷണൽ PS ആയിരുന്നു. നമ്മുടെ നോർക്ക ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. ഇവിടെ മഹാരാഷ്ട്രയിലെ വാശിയിലെ കേരള ഹൗസിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളുമായിട്ട് സംവദിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ, കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. പ്രവാസി കാർഡ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ പല മേഖലകളും അദ്ദേഹം സ്വയം താല്പര്യമെടുത്ത് നമ്മളോട് സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ കാസർഗോഡ് കൂട്ടായ്മയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെയും ഒരു അംഗമായി ചേർക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹം കൂടി നമ്മുടെ ഈ 733 പേരുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗം ആണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് അതിഥികൾ ഇവിടെ വന്ന് സ്വാഗത പ്രാസംഗികൻ ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട മസ്കത്തിലെ MAK മുഹമ്മദ് കുഞ്ഞി KMCC-യുടെ നേതാവ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അസീസ് മരിക്കെ, നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ എൻ്റെ പഴയ കാല സുഹൃത്തും എൻ്റെ അടുത്ത നേതാവുമൊക്കെ ആയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ CH അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പ്രിയപുത്രൻ ഹാരിസ് ചൂരി, അതുപോലെ തന്നെ നമ്മുടെ അതിഥിയായി ഇന്ന് എത്തിയിട്ടുള്ള ഞങ്ങളുടെ സ്പോൺസർമാരിൽ ഒരാളായ സിറ്റി ഗോൾഡ് കരീം, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർല, അതുപോലെ തന്നെ നമ്മുടെ മറ്റു പല നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്വ ഷമീർ തുടങ്ങി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ട് നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറയുമ്പോൾ ഈ സദസ്സിൽ ഇല്ലാതിരുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പ്രിയങ്കരനായ ഉപദേശക സമിതി ചെയർമാൻ, ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർമാരിൽ ഒരാളായ AP അബ്ദുൽ ഖാദർ അയ്യൂർ പൊമന, അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട നാസർ ചെർക്കളം, ബഹുമാനപ്പെട്ട ചെർക്കളം അബ്ദുല്ല സാഹിബിൻ്റെ പുത്രൻ നാസർ ചെർക്കളം കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്വാഗത പ്രാസംഗികൻ്റെ പരിപാടിയിലേക്ക് കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുമായിട്ട് സഹകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാസർഗോഡ് കൂട്ടായ്മയിലെ പ്രവർത്തകന്മാർക്കുള്ള
ഒരു സർപ്രൈസ് ഗിഫ്റ്റ് 2 കോയിനാണ് നമ്മൾ ഇന്നിവിടെ സ്വർണ്ണ നാണയം തരുന്നത്. അനീഫ ഗോൾഡ് കിങ്ങും അതുപോലെ തന്നെ സിറ്റി ഗോൾഡ് കരീമും സ്പോൺസർ ചെയ്ത 2 സ്വർണ്ണ നാണയം അവസാനം വൈകുന്നേരം നറുക്കെടുത്ത് വിജയിക്ക് നൽകുന്നതായിരിക്കും. അവരെ അത് സംഭാവന ചെയ്തതിന്, സ്പോൺസർ ചെയ്തതിന് അവരെ ഞാൻ അഭിനന്ദിക്കുകയും എല്ലാവർക്കും ആ സമ്മാന പദ്ധതിയിലെ ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സാവകാശവും സൗകര്യവും സാഹചര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും കിട്ടില്ല, എന്നാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ അതിനൊരു ആശംസകൾ അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾ ഇതൊരു ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കാസർഗോഡ്, മഞ്ചേശ്വരം അതുപോലെ തന്നെ ഉദുബ മണ്ഡലങ്ങളിലെ പ്രവർത്തകന്മാരായി ആണ് നമ്മൾ ഇതുമായിട്ട് സഹകരിപ്പിക്കുന്നത്. ഇനി അത് ഒന്നുകൂടി വിപുലീകരിച്ച് പലരുടെയും ആഗ്രഹവും പലരുടെയും താല്പര്യവും ആവശ്യവും പ്രകാരം അതിനെ നമ്മുടെ കാസർഗോഡ് ജില്ലാ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അത് ഞങ്ങളുടെ അടുത്ത് കൂടുന്ന ഇതിൻ്റെ സംഘാടക സമിതിയും അതുപോലെ തന്നെ പ്രവർത്തക സമിതിയും ആലോചിച്ചിട്ട് അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട MLA-മാർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തന്ന സമയം അതിക്രമിച്ചു എന്ന് ആങ്കറിൻ്റെ ധൃതിയിൽ നിന്ന് മനസ്സിലാവുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ രാജ്ഭവൻ ഉണ്ണിത്താൻ അവരുടെ പ്രസംഗം കേൾക്കാൻ വളരെയധികം താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു വിലങ്ക് തടിയാവാനോ പ്രസംഗിച്ചിട്ട് ഒരു അധിക പ്രസംഗിയാവാനുള്ള അവിവേകം ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നിങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.